ഹലോ ഫ്രണ്ട്സ്, മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ ചാപ്റ്ററിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്താണെന്നും ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ സോഴ്സസ് എന്താണെന്നും. ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബെനിഫിറ്റാണ് ഇത് ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത്. രക്തക്കുഴലുകളുടെ സംരക്ഷണം വഴി, അതായത് രക്തക്കുഴലുകൾക്കകത്ത് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാതെ സംരക്ഷിക്കുന്നതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് വലിയൊരു പങ്ക് വഹിക്കുന്നു. അതുവഴി ബാഡ് കൊളസ്ട്രോൾ വിഭാഗത്തിൽപ്പെടുന്ന ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവിനെ കുറയ്ക്കാൻ, ഒരു പരിധിവരെ കുറയ്ക്കാൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തസമ്മർദ്ദത്തിൻ്റെ അളവുകളും ഒരു പരിധിവരെ കുറച്ചു നിർത്താൻ, കൺട്രോൾ ചെയ്ത് നിർത്താൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് കഴിവുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. നീർക്കെട്ട്, ശരീരത്തിലെ നീർക്കെട്ട് ഗണ്യമായ തോതിൽ കുറയ്ക്കാൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് കഴിവുണ്ട്. ഇതുവഴി ഒത്തിരി അസുഖങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നു. മസിൽ വേദനകൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവർ, പുറം വേദന, കാലുവേദന, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ശരീരത്തിലെ വേദനകൾക്ക് വലിയ പരിഹാരമാണ്. അടുത്തത് സ്കിന്നിനും ഹെയറിനും നൽകുന്ന സംരക്ഷണമാണ്. ശരീരത്തിൻ്റെ സ്കിൻ ടോൺ നല്ല രീതിയിൽ സംരക്ഷണം നൽകാൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് കഴിവുണ്ട്. അങ്ങനെ പറയുമ്പോൾ വരണ്ട ചർമ്മങ്ങൾ, അതുപോലെ തലയിൽ താരൻ വരിക മുതലായ അസുഖങ്ങളുള്ളവർ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് റെഗുലറായി ഉപയോഗിക്കുകയാണെങ്കിൽ ഗണ്യമായ വ്യത്യാസം ആ അസുഖങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. മറ്റൊന്ന് ഹെയർ ഗ്രോത്ത് ആണ്. വല്ലാതെ മുടി കൊഴിച്ചിൽ അനുഭവിക്കുന്ന രോഗികൾ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒരു 3 മാസമൊക്കെ തുടർച്ചയായി 1000 മില്ലിഗ്രാം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ വ്യത്യാസം അവരുടെ മുടി കൊഴിച്ചിലിൽ കാണാൻ കഴിയും. മുടി കൊഴിച്ചിൽ നിൽക്കുന്നത് കാണാൻ കഴിയും. വലിയ തോതിൽ തന്നെ മുടി കൊഴിച്ചിൽ നിന്നുകൊണ്ട് മുടി ഇടതൂർന്ന് വളരാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു സംരക്ഷണം അൽഷിമേഴ്സ് ഡിസീസ്, ഓർമ്മക്കുറവ് എന്ന് പറയുന്ന ആ രോഗത്തിൽ നിന്നുള്ള പ്രിവെൻഷനാണ്. ഒരു പരിധിവരെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് അങ്ങനെ ഒരു പ്രിവെൻഷൻ നൽകാൻ കഴിയുന്നുണ്ട്. മറ്റൊരു ബെനിഫിറ്റാണ് ടയേർഡ്നെസ്, നമുക്ക് ക്ഷീണം, വലിയ തോതിൽ ക്ഷീണം എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന രോഗികൾക്ക് ഒരു പ്രായപൂർത്തിയായ ഒരാൾ 1000 മില്ലിഗ്രാം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എടുക്കുകയാണെങ്കിൽ ആ ക്ഷീണത്തിൽ നിന്ന് അയാൾ തീർച്ചയായും മോചിതനാകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെനിസ്ട്രൽ പെയിൻ്റെ കംപ്ലൈൻറ്റ്സ്, അങ്ങനെ പരാതി പറയുന്നവരുണ്ടെങ്കിൽ, അതിയായ മെനിസ്ട്രൽ പെയിൻ ഉണ്ട്, അങ്ങനെ പീരീഡ്സിൽ വലിയ തോതിൽ പെയിൻ്റെ കംപ്ലൈൻറ്റ്സ് ഉള്ളവർ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ, നല്ലൊരു പരിധിവരെ, ഒരു 50% രോഗികളിൽ തന്നെ ഈ വേദനയെ, അധിക വേദനയെ ശമിപ്പിക്കാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് കഴിവുള്ളതായി കണ്ടുവരുന്നുണ്ട്. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വലിയ ഒരു അളവിൽ ബ്രെയിനിൻ്റെ കോശങ്ങളെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ മീനെണ്ണ ഗുളികകൾ അല്ലെങ്കിൽ മീനെണ്ണ നൽകാനായിട്ട് പറയുന്നത്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, തലച്ചോറിൻ്റെ കോശങ്ങളുടെ വികാസത്തിന് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സിൻ്റെ ബെനിഫിറ്റ്സ്. താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.